ഹലോ ഫ്രണ്ട്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ടീം പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ഡെവലപ്പ് ശേഷമാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ കൊറോണ രണ്ടാം വരെ വളരെ ശക്തമായി ആഞ്ഞടിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പണ്ടത്തെ ഒരു ലോക്ക്ഡൌൺ ഒക്കെ ആദ്യം വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ എല്ലാവരും ഇപ്പോൾ ആദ്യം മുമ്പത്തെ ഒരു വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു തൂക്കുപാലമാണ്. അതായത് ഈ തൂക്കുപാലം ആരും അങ്ങനെ അറിയില്ലെങ്കിലും ഇപ്പോൾ നാട്ടിലുള്ളവർക്കല്ലാതെ പുറത്തിലാരും ഇത് അറിയാൻ വേണ്ട. വളരെ പൊളി സ്ഥലമാണ്. പക്ഷെ ഈ സ്ഥലത്ത് എപ്പോഴും ആളാണ്. അവിടെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ആളുണ്ടാവില്ല ഡെയിലി. പക്ഷെ നാട്ടുകാർ മാത്രമേ ഉണ്ടാവില്ല, പുറത്തുനിന്ന് ആളൊന്നും വരണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിട്ട് വരാൻ പറ്റുക. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറഞ്ഞാൽ ഇപ്പോൾ കൊറോണ അല്ലാതെ പിന്നെ ആളില്ല ഇവിടെ ഒരാൾ പോലും ഇടില്ല. അതുകൊണ്ടാണ് ഇന്നിട്ട് വന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുക. നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഈ സ്ഥലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല, എത്രയും പെട്ടെന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ആക്കി നമ്മളെടുത്ത് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പാലവും ഈ സ്ഥലവും നിന്ന് കാണിച്ചു തരാം. ഓക്കെ, ബാ. അപ്പൊ ഇതാണ് നമ്മൾ ഈ തൂക്കുപാലം. അപ്പൊ ഇത് നീലേശ്വരം ഉപ്പിലിക്കൈ അത് പെരിയോട്ട് എന്നതിന്റെ സ്ഥലത്താണ് ഈ തൂക്കുപാലം ഉള്ളത്. അപ്പൊ ഇത് ആരും അങ്ങനെ വലിയ അറിഞ്ഞിട്ടൊന്നും ഇല്ല ഈ സംഭവം. അറിഞ്ഞില്ല അത്യാവശ്യം. പക്ഷെ ഇപ്പോൾ ഇത് ഉദ്ഘാടനം ഇതുവരെ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. പണ്ട് ഇവിടെ അങ്ങോട്ട് തോണിയിലായിരുന്നു ഈ സഞ്ചരിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തോണിയിലാണ്, അതായത് അപ്പുറം കാഞ്ഞങ്ങാട്, അതായത് ഈ വായനൂറുടെ ഉപ്പിലിക്കൈനെ കാഞ്ഞങ്ങാടായിട്ട് ബന്ധിക്കാൻ വേണ്ടി തോണിയിലാണ് വരുന്നുണ്ടായത്. പക്ഷെ അതിനുശേഷം ഇവരെല്ലാവരുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു പാലം. ഈ പാലം വന്നതോടെ വളരെ എത്രയും പെട്ടെന്ന് നമുക്ക് കാഞ്ഞങ്ങാടേക്ക് എത്താനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് ഇത് വന്നു. അപ്പോൾ ഈ പാലത്തിന്റെ ഉദ്ഘാടനം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ ഈ സ്ഥലത്ത് 1-2 പ്രാവശ്യം വന്നു. അപ്പൊ ആദ്യം വന്ന സമയത്ത് ഇവിടെ തോണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ തോണിയിൽ നമ്മൾ ഈ മൊത്തമായിട്ട് ഫുള്ള് കറങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് ഫുള്ള് ആമ്പല്, പിന്നെ അവിടെ ഒരു ദ്വീപ് പോലെ ഉണ്ട്. ആ ദ്വീപിനുള്ളിൽ കിടില സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും അടുത്തൊരു വരുന്നുണ്ട്. കിടിലെന്ന് പറഞ്ഞാൽ കിടില വൈബാണ് അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് കാണുമായിരിക്കും, പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. അപ്പൊ നല്ല ഒരു ഉച്ച സമയത്താണ് വന്നത്. കാരണം എന്താ വെച്ചാൽ അന്ന് വന്ന ഉച്ച സമയത്ത് നല്ല കിടിലായിരുന്നു വീഡിയോ എടുത്തിട്ടാകുമ്പോൾ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഉച്ച സമയത്ത് വന്നത്. പക്ഷേ ഇന്ന് മഴ മൂടായതുകൊണ്ട് അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല, വീഡിയോ അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല. ആ ദ്വീപിനകത്ത് പൊളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെ വരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ തോണിയുടെ കാണാനില്ല. തോണി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. തോണി കിട്ടിയാൽ നമ്മൾ അതിൽ തോണിയിലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്ഥലത്തിന് പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് തൂക്കുപാലം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലുള്ള വൈബ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇത്ര പൊളിയായിട്ടുള്ള സ്ഥലം വേറെ എവിടെയും ഇല്ല. കിട്ടില്ല, ഒരു രക്ഷയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാലേ കാണാൻ പറ്റും. ഇത്ര മനോഹരമായ സ്ഥലം, പ്രകൃതി രമണീയമായ സ്ഥലം. നോക്കിതാ ആമ്പല്, ചുറ്റും ആമ്പല്, അതുപോലെ തന്നെ തെങ്ങ്, അപ്പുറം നെൽപ്പാടം, ഫുള്ള് പൊളി.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്ത് ഇപ്പോൾ കൊറോണയിലാണ്, അപ്പോൾ ഇനിയിപ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ലോക്ക്ഡൗൺ വരാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് മാക്സിമം കൊറോണ നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സേഫായിട്ട് മാസ്ക് ഉപയോഗിക്കുന്നത് ആരും ഇല്ലാതുകൊണ്ടാണ് മാസ്ക് ഉപയോഗിക്കാറുന്നത്. മാസ്ക് മസ്റ്റായിട്ട് ഉപയോഗിക്കണം എല്ലാവരും. അതുപോലെ തന്നെ സാനിറ്റൈസറും എല്ലാവരും ഉപയോഗിക്കണം. നമുക്കതിന് പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.